ഞാൻ അവിടെ പഠിപ്പിക്കണേ തള്ളാൻ വേണ്ടിയുള്ള കേട്ടോ. നമ്മൾക്ക് വാട്ട് ഈസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ചോദിച്ചാൽ ഒരു 5 പോയിന്റ് നമുക്ക് തള്ളണം. ആ 5 പോയിന്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അല്ലെങ്കിൽ അതായത് ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. തള്ളാം. Cylindrical coordinate system is used to represent and analyze cylindrical objects. ആർക്ക് ഏത് മണ്ടനും എഴുതാം, എല്ലാത്തിലും ഇങ്ങനെ എഴുതാം കേട്ടോ. നമുക്ക് ഇത് എയിൽ പോകണ്ടായോണ്ട് എഴുതാട്ടോ. കാർട്ടീഷ്യനിലാണെങ്കിലും നമുക്ക് സ്ഫെറിക്കലിലാണെങ്കിലും ഇവിടെ അത് മാറ്റിവിട്ട് സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ആവും, മറ്റേ കാർട്ടീഷ്യനിൽ അത് മറ്റേതാവും. ജസ്റ്റ് സിമ്പിൾ ഇതൊക്കെ എഴുതാം, ആർക്ക് എഴുതാം. ഇനി സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലെ ഓരോ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് ഈ ചിത്രം വരയ്ക്കാം. ഓക്കെ, സിലിണ്ടറിക്കലിന്റെ അടിയിൽ എന്തുണ്ടാവും? ഒരു സർക്കിൾ ഉണ്ടാവും അല്ലേ? ഒരു പൈപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ. ഇപ്പൊ ബാക്ക് മനസ്സിലാകണില്ലേ? 3D ഇത് കിട്ടണില്ലേ എനിക്ക്? ഫീല് കിട്ടും, ഞാൻ വരക്കുമ്പോൾ കിട്ടും. ഇനി എന്താവും? അപ്പൊ ഇതെന്താ? റേഡിയസ് ആണ്. റേഡിയസ് റോ ആണ് കേട്ടോ ഗൈസ്, റോ ആണ്. ശ്രദ്ധിക്കണം, റേഡിയസ് റോ ആണ്. സിലിണ്ടറിക്കല് നമ്മൾ യൂസ് ചെയ്യുന്നത് റോ ആൻഡ് തീറ്റ ആൻഡ് സെഡ്. ഓക്കെ, തീറ്റ അല്ല, ഫൈ ആണ് ഇവിടെ യൂസ് ചെയ്യുക, മാറിപ്പോകരുത് ഗൈസ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ റേഡിയസ് ഓ ആണ്. അപ്പൊ എക്സ് വൈ, ഇത് എക്സ്, ഇത് വൈ, സെഡ്. എക്സ് വൈ പ്ലെയിനിലെ റേഡിയസ് നമ്മൾ റോ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സാധനം, ഈ രണ്ടെണ്ണം മാത്രം കൺസിഡർ ചെയ്യണമാണല്ലോ പ്ലെയിന്. രണ്ടെണ്ണത്തിന് കൺസിഡർ ചെയ്യണമാണല്ലോ പ്ലെയിന്. അപ്പൊ ഈ രണ്ടും എക്സ് വൈ പ്ലെയിനിലുള്ള റേഡിയസ് ആണ് റോ. ആൻഡ് ഫൈ പറഞ്ഞാൽ ഈ എക്സ് ആക്സിസ് എന്നുള്ള ആംഗിൾ ആണ് ഫൈ. ഓക്കെ, എക്സ് ആക്സിസ് എന്നുള്ള ഇതിപ്പോ സർക്കിൾ ആവുമ്പോൾ 2π ആവും, സെമി സർക്കിൾ ആവുമ്പോൾ ഇത് എത്ര ആവും? എക്സ് ആക്സിസ് π ആവും. ഒരു സർക്കിൾ പറഞ്ഞാല് ഒരു റേഡിയസ് റോ ഉള്ള സാധനം ഇപ്പൊ π കറങ്ങിയാൽ ഹാഫ് സർക്കിളാവും, 2π കറങ്ങിയാൽ ഒരു സർക്കിളാവും. ഇനി നമുക്ക് സിലിണ്ടറിക്കൽ ഒരു പൈപ്പിന് എന്ത് വേണം? ഹൈറ്റ് വേണം. നെക്സ്റ്റ് നമ്മളെ ഹൈറ്റ് ആണ് ഗൈസ് വരയ്ക്കാൻ പോണം. ഓക്കെ, ഹൈറ്റ് മുകളിൽ സർക്കിളും ഉണ്ടാവും. ഹൈറ്റ് സെഡ് ആണ്. അപ്പോൾ മനസ്സിലായി, റേഡിയസ് റോ, പിന്നെ ഈ ആംഗിൾ ഫൈ, പിന്നെ സെഡ്, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ അടിയിൽ സർക്കിൾ വരയ്ക്കുക, പിന്നെ ഹൈറ്റ് സെഡ്, മുകളിലും അതേപോലെ സർക്കിൾ. നമ്മൾ ഇവിടെ ഒരു ഇവിടെ ഒരു എക്സും കൊടുക്കും, എക്സ് വൈ സെഡ്. എക്സാമിന് വരക്കുമ്പോൾ ശ്രദ്ധയാണ്, ഇവിടെ ഒരു പി എന്ന പി ചെയ്ത എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ അടിക്ക് വരച്ചു കൊടുക്കുക. കറക്റ്റ് വരക്കണം കേട്ടോ. കണ്ടോ, അതിൻ്റെ പോലെ തന്നെ കറക്റ്റ് ലെവലിൽ വരക്കണം കേട്ടോ. എന്നിട്ട് ഒറിജിൻ ഇങ്ങോട്ട് എടുക്കുക മക്കളെ. എന്നിട്ട് ഇത് റോ ആക്കുക. എക്സ് എന്നുള്ള ആംഗിള് ഫൈ, പിന്നെ ഈ ഹൈറ്റ് സെറ്റ്. അപ്പോൾ പോയിന്റ് പി എന്താണ്? റോ കിട്ടി, ഫൈ സെറ്റ്. ഇനി ഇതും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇനിയും എന്തെങ്കിലും പുക കത്തിയില്ലെങ്കിൽ ഞാനൊരു ലിങ്ക് ഇടാം. ബിടെക് മലയാളം പറഞ്ഞ ഒരാളെ വീഡിയോ കണ്ടാൽ കുറച്ച് പക്കാവും. പിന്നെ ഈ പോയിന്റ് ചിത്രം ആദ്യം വരയ്ക്കുക, എന്നിട്ട്
സിലിണ്ടറിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ ചിത്രം ആദ്യം വരച്ച് വെക്കുക, എന്നിട്ട് സിലിണ്ടറിക് കോർഡിനേറ്റ് സിസ്റ്റം ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പോയിന്റ് ചെയ്താൽ രണ്ടാമത്തെ പോയിന്റ് വേറെ സിമ്പിൾ. ഇപ്പോൾ സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ ദ പോയിന്റ് റെപ്രസെന്റ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പോയിന്റ് പി. ഓക്കെ, പോയിന്റ് പി റെപ്രസെന്റ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ബൈ റോ 5z. റോ പറഞ്ഞാൽ റേഡിയസ് ഓഫ് സിലിണ്ടർ, നമുക്കറിയാം റേഡിയസ് ഓഫ് സിലിണ്ടർ ആണ് റോ. അല്ലെങ്കിൽ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം z ആക്സിസ്. ഓക്കെ, ഇതാണ് z ആക്സിസ്. റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം z ആക്സിസ്. ഓക്കെ, നമുക്ക് റേഡിയസ് എന്ന് എഴുതിയാൽ മതി, റേഡിയസ് ഓഫ് സിലിണ്ടർ, അതാണ് സിമ്പിൾ. പിന്നെ 5 പറഞ്ഞാൽ അസിമുത്തൽ ആംഗിൾ മെഷേർഡ് ഫ്രം x ആക്സിസ്. വെരി ഇമ്പോർട്ടൻ്റ്. 5 പറഞ്ഞാൽ ആംഗിൾ മെഷേർഡ് ഫ്രം x ആക്സിസ് ആണ് ഇൻ XY പ്ലെയിൻ. ഓക്കെ, XY പ്ലെയിനിലാണ്, കാരണം XY പ്ലെയിനിൽ അല്ലെങ്കിൽ അത് ആറാണ്. XY പ്ലെയിനിൽ ആവുമ്പോഴാണ് അത് റോ ആവുന്നത്, അത് ശ്രദ്ധിക്കണം. പിന്നെ Z. ഓക്കെ, Z പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് സിലിണ്ടർ. രണ്ടാമത്തെ പോയിന്റും എഴുതി. ഒന്നുകൂടി നമ്മൾ ആദ്യം ഈ ചിത്രം വരയ്ക്കുക, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടത്. ഫസ്റ്റ് ഈ ചിത്രം വരയ്ക്കുക, പി ചെയ്യുക, പിന്നെ അടിയിലേക്ക് വരയ്ക്കുക, അടിയിലേക്ക് വരച്ചിട്ട് ഒറിജിൻ ഇങ്ങോട്ട് എടുക്കുന്നതാണ് റോ, x ആക്സിസ് നിന്ന് എടുക്കുന്നതാണ് 5 ആൻഡ് ഹൈറ്റ് ആണ് Z. പിന്നെ പോയിന്റ് ആക്കിയാണ്ട് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ആൻഡ് അനലൈസ് സിലിണ്ടറിക്കൽ ഒബ്ജക്ട്സ്. രണ്ടാമത്തെ പോയിന്റ് നമ്മളിപ്പം പഠിച്ചത് ദ പോയിന്റ് റെപ്രസെന്റ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ബൈ റോ 5z. റോ പറഞ്ഞാൽ റേഡിയസ് ഓഫ് സിലിണ്ടർ നമുക്കറിയാം, 5 പറഞ്ഞാൽ ആംഗിൾ മെഷേർഡ് ഫ്രം x ആക്സിസ് ആൻഡ് z ഈസ് ഹൈറ്റ് ഓഫ് സിലിണ്ടർ. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വെക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വെരി സിമ്പിൾ ആണ്. ഇപ്പോൾ എ വെക്ടർ ഈക്വൽ ടു, ഇപ്പോൾ റോ ഉള്ളത് നമ്മൾ എ റോ ഇടുക ആൻഡ് സ്മോൾ ലെറ്റർ എ റോ ക്യാപ്പ്, അതേപോലെ A5 ക്യാപ്പ്, AZ ക്യാപ്പ്. ഇവിടെ എന്താണോ അതന്നെ ഇവിടെ വരിക. XYZ ആണ് X ക്യാപ്പ്, AY. അങ്ങനെ നമുക്ക് അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ ചക്ക ആണെങ്കിൽ ഇവിടെ ചക്ക, മാങ്ങ, തേങ്ങ ഒക്കെ വെരി സിമ്പിളാണ്. പിന്നെ മോഡുലസ് അതന്നെ, എ റോ സ്ക്വയർ, A5 സ്ക്വയർ, AZ സ്ക്വയർ. ഓൾ റൂട്ട്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ തള്ളിയാൽ മതി. ഇതൊക്കെ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ DL പറഞ്ഞാൽ D റോ പ്ലസ് or D5 A5 വെക്ടർ DZ വെക്ടർ. ഇതാണ് ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു റോ എക്സ്ട്രാ ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം ഇവിടെ P ആണ്, പോയിന്റ് P. നേരെ അടിക്ക് വരയ്ക്കുക. ഓക്കെ, ഇതെടുക്കുക, ഇത് റോ ആണ്, ഇത് 5 ആണ്. നമുക്ക് D5 എടുക്കണം. D5 ആണ് എന്താ, ഒരു ചെറിയ ആംഗിൾ. ഓക്കെ, D5 നമ്മൾ കൺസിഡർ ചെയ്ത്, ഇത് 5 ആണ്, ഇത് ചെറിയ ആംഗിളാണ് D5. ഓക്കെ, ഇത് റോ തന്നെ.
ഇത് റോ തന്നെ. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് എടുത്ത് വരച്ചാൽ ഇത് 5 ആണ്. ഇത് 5, ഇത് റോ, ഇത് D5, ഇത് റോ. നമുക്ക് ഒരു റോനും കൺസിഡർ ചെയ്യാനുണ്ട്, ഡി റോനെ കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതാണ് ഡി റോ ഗൈസ്. അപ്പൊ ഇതെന്താ റോ D5 എങ്ങനെ ഒന്നറിയോ? ആർക്കിന്റെ ഈ ലെങ്ത് പറഞ്ഞാൽ ആംഗിൾ ഇൻറ്റു റേഡിയസ് ആണ്. ആംഗിൾ D5ഉം റേഡിയസ് റോയും. D5 വരും. അപ്പോൾ ഇതാണ് ഇത് ഡി റോ നമുക്കറിയാം. ഇത് ഡി റോ. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ ഇത് റോ D5 നമുക്കറിയാം. അപ്പൊ ഇതും റോ D5 ആണ്. ഇത് Z, ഇത് DZ സ്മോൾ പോർഷൻ ഓഫ് Zന്റെ ആണ് DZ. ഇതും പാരലൽ DZ. ഇത് റോ D5. ഇതില്ലേ, ഇതും റോ D5 കാരണം ഇത് രണ്ടും പാരലൽ ആണ്. റോ D5, ഇതും റോ D5. ഇത് ഡി റോ, ഇത് DZ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? 3Dയിലുള്ള ഒരു വെക്ടറാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇത് 3Dയിലുള്ള ഒരു വെക്ടറാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ 1D ആവും, ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ 2D ആവും, ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ 3D ആവും. അപ്പൊ ഈ വെക്ടർ നമുക്ക് കിട്ടണം. ഓക്കെ, ഇത് ABCD. നമുക്ക് AD ആണ് കിട്ടേണ്ടത്. AD പറഞ്ഞാൽ AB പ്ലസ് BC പ്ലസ് CD. നമ്മൾ ആന്റി ക്ലോക്ക് വൈസിൽ എടുക്കണം കേട്ടോ. നമ്മൾ ആന്റി ക്ലോക്ക് വൈസിൽ എടുക്കണം. അപ്പൊ നമുക്ക് AB എന്താ കിട്ടുക? DZ AZ ക്യാപ് പ്ലസ് BC എന്ന D റോ A റോ ക്യാപ്. CD പറഞ്ഞ റോ D5 A5 ക്യാപ്. അപ്പൊ ഈ AD ആണ് നമുക്കറിയാം ഡിഫറൻഷ്യൽ ലെങ്ത് ആണ്. DL കിട്ടി. ഇതിനെ ഓർഡറിൽ എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് D റോ A റോ ക്യാപ് പ്ലസ് റോ D5 A5 ക്യാപ് ആൻഡ് Z. അപ്പോൾ കിട്ടി, DL കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ച DL ഇതാണ്. A റോ A5 റോ D5. റോ D5 എങ്ങനെ ഒന്ന് മനസ്സിലായില്ലേ? നമ്മൾ റോ D5 നമ്മളിവിടെ ഒരു D5 കൺസിഡർ ചെയ്യും. D5 പറഞ്ഞാൽ സ്മോൾ ലെങ്ത്. ഇവിടെ 5 ആണെങ്കിൽ സ്മോൾ ആംഗിൾ D5. ഇപ്പൊ D5 ഇൻറ്റു റേഡിയസ് ആണ് ഈ ലെങ്ത് റോ D5. അപ്പൊ നമ്മളിവിടെ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യുക. റെക്ടാങ്കുലറിന്റെ A to D ആണ് AD. അപ്പൊ AD കിട്ടണമെങ്കിൽ ഇവിടെ നിന്നുള്ള AB BC CD അതാണ് AD. ഓക്കെ, ABCD AD കണ്ടാൽ മതി, ടോട്ടൽ സം കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി
DZ കിട്ടി. ഓക്കെ, AB പറഞ്ഞാൽ DZ ആണ് നമുക്ക്. DZ അവന് സ്മോൾ പോർഷൻ ആണ്. ഇവിടുന്ന് ഇവിടെ Z ആണെങ്കിൽ ഇത് DZ ആണ്. കൺസിഡർ ചെയ്തുകൊണ്ടാണ് ABന്റെ DZ കിട്ടിയത്. എയറോന്റെ പിന്നെ BC ആണുള്ളത്. നെക്സ്റ്റ് BC ആണ്. BC അതേപോലെ D റോ ആണ്. ഓക്കെ, CD ഉള്ള റോ D5 ആണ്. DA5 ഇതിന്റെ ക്യാപ്പാണ് വരക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനൊന്ന് ലെവലാക്കി വരച്ചാൽ, ലെവലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. ഈ ചിത്രം മനസ്സിലായില്ല? നിങ്ങൾക്ക് ഈ ചിത്രം ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഇവിടെയാണ്, ഇവിടെ ഇതാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ പോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോർഷനാണ് നമുക്ക് ഡിഫറൻഷ്യൽ ലെങ്ത് കിട്ടി. ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ ലെങ്ത് DL കിട്ടി. ഡിഫറൻഷ്യൽ നോർമൽ സർഫേസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൽ നമ്മൾ 1 2 3 ആണ് മാർക്ക് ചെയ്തിനി. നമുക്ക് ഈ സർഫേസ് എടുക്കാം. ഈ 1 സർഫേസ്. ഓക്കെ, 1 സർഫേസിന്റെ ഒരു രണ്ട് സൈഡിലും DZും രണ്ട് സൈഡിൽ റോ D5 ആണ്. ഇതിന്റെ റോ ഉള്ള ആംഗിൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ മാർക്ക് ചെയ്യാൻ മറന്നു കേട്ടോ. നമ്മള് ഒരു കാര്യം മറന്നു. നമ്മൾ യൂണിറ്റ് വെക്ടർ മാർക്ക് ചെയ്യണം. യൂണിറ്റ് വെക്ടർ മോൾക്ക് ഏതാവുക? DZ AZ ക്യാപ്പാണ് പോവുക. കാരണം എന്താ? Z മോൾക്കാണ്. ഫൈ എന്താ പോവുക? എങ്ങോട്ടാ പോവുക? ഇങ്ങോട്ടാ പോവുക. കാരണം ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. A5 ക്യാപ്പ് റോന്റെ ഇങ്ങോട്ട് പോകും. റോ ഒറിജിൻ തുടങ്ങിയാണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം റോ ക്യാപ്പ്. ഈ യൂണിറ്റ് വെക്ടറിന് വൃത്തിയായി വരക്കണം കേട്ടോ. ഇത് എൻ്റെ പോലെ വൃത്തിയായി വരക്കണം. എൻ്റെ കണ്ടില്ല എന്നാ ആ വൃത്തി കണ്ടില്ല. ആ വൃത്തി അത് അങ്ങനെ ചില മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ആ വൃത്തിയാണ് എൻ്റെ. ഇത് DZ, ഇത് DZ, ഇത് റോ D5, റോ D5. ക്യാപ് AR ആണ് ഇങ്ങനെ പോവുക. നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് സൈഡിലും D5, റോ D5, ഡോ D5. പിന്നെ നമുക്കറിയാം സെൻറ്റർ കൂടെ പോവുക റോ ക്യാപ്പാണ്. കാരണം ഇവിടെ നമ്മൾ കണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് റോ ക്യാപ്പാണ്. ഓക്കെ, സർഫ് DS ഈക്വൽ ടു എന്താണ്? റോ D5 DZ റോ ക്യാപ്പ്. ഓക്കെ, ഇതിൻ്റെ ഇത് കിട്ടി. ഈ രണ്ടാമത്തെ സർഫേസ് നമ്മളിട്ട് കാണാം. രണ്ടാമത്തെ സർഫേസ് ഇതാണ്. റോ D5 തന്നെ, റോ D5 തന്നെ. D റോ ആണ്. ഒരു സൈഡ് D റോ ആണ്. മോൾക്ക് പോണേ DZ ആണ്. മോൾക്ക് പോണേ DZ ആണ്. DZ ക്യാപ്പാണ്. DZ ക്യാപ്പാണ് മോൾക്ക് പോവുക. ഇതിൽ കൂടെ പോവുക, ഇതിൽ കൂടെ പോവുക റോ ആണ്. കാരണം റേഡിയസ് പുറത്തേക്കാണ്. Z മോൾക്കാണ്. അപ്പോൾ മോൾക്കൂടെ പോവുക DZ ക്യാപ്പാണ്. ഒരു സൈഡിൽ D റോ, ഒരു സൈഡിൽ റോ D5. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാം. റോ D5 മോൾക്ക് പോണേ AZ ക്യാപ്പാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം ഇവിടുത്തെ DZ എന്ന് പറഞ്ഞാൽ റോ D5 D റോ AZ ക്യാപ്പ്.
ഈ സാധനം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിലില്ലാത്തത് ഏതാണോ അതിൻ്റെ ക്യാപ്പ്, ഇതിലില്ലാത്തത് ഏതാണോ അതിൻ്റെ ഗ്യാപ്പ്, ഇതിലില്ലാത്തത് ഏതാണോ അതിൻ്റെ ഗ്യാപ്പ്, ഇതിലില്ലാത്ത ഏതാണോ അതിൻ്റെ ഗ്യാപ്പ്. ഇനി മൂന്നാമത്തെ സർഫേസ് ആണ്. മൂന്നാമത്തെ സർഫേസ് നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ സർഫേസ് ഡി സെറ്റ് ആണ്. സൈഡിൽ ഡി സെറ്റ് ആൻഡ് ഡി സീറോ, ഡി സെറ്റ് ഡി സീറോ. ഇങ്ങോട്ട് പുറത്തൊക്കെ പോണത് റോ, ഇവിടുന്ന് തുടങ്ങിയാണ്ട് പുറത്തേക്കാണ് ഇത് പോണത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോണത് D5, പുറത്തേക്കാണ് D5 തെറ്റുണ്ട് കേട്ടോ. അതേപോലെ D സീറോ, ഉള്ളിൽ കൂടെ പോണത് D5, പുറത്തേക്ക് കട്ടർ പോണ്. മനസ്സിലാക്കണം, കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇവിടുന്ന് ഉള്ളിൽ കൂടെ വന്നിട്ട് ഇവിടെ തട്ടിയിട്ട് ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതിൻ്റെ പുറത്തേക്കാണ് D5 പോണേ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് എൻ്റെ വര. എൻ്റെ വരൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ DS എഴുതുക. എന്താ D സീറോ, ഇത് മൂന്നാമത്തെ സർഫേസ്, രണ്ടാമത്തെ സർഫേസ് കേട്ടോ. D സീറോ DZ D5. നമുക്ക് ഈ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ലെങ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ സർഫേസ് ഏരിയ ഒക്കെ വരക്കാൻ കഴിയും. കാരണം എന്താ, DS ഒന്നിൻ്റെ ഇതും ഇത് ഇൻറ്റ് ചെയ്യുക, എന്നിട്ട് A5 ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇതും ഇൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇതും ഇൻറ്റ് ചെയ്തിട്ട് ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ വോളിയം, സിമ്പിളാണ്. ഡിഫറൻഷ്യൽ ലെങ്ത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അതായത് ഈ മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അത് DZ D സീറോ D5 അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിഫറൻഷ്യൽ വോളിയം. ഡിഫറൻഷ്യൽ വോളിയം DV പറഞ്ഞാൽ മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. D സീറോ D5 DZ. ഇതിപ്പോഴും ഇത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇതിന് ഡയറക്ഷൻ ഇല്ല. അതായത് ഒരു ക്യാപ്പ് വെച്ചിട്ടുള്ള ഏതും ഇല്ലാത്തതുകൊണ്ട് ഡയറക്ഷൻ ഇതിൽ പറയില്ല, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഇതാ ഡിഫറൻഷ്യൽ വോൾ. ഒരു 5 മാർക്കിനൊക്കെ എഴുതി ഇത്രയൊക്കെ എഴുതിയാൽ മതി. എത്ര ചിത്രം വരയ്ക്കുക, വൃത്തിയായിട്ട് വരക്കണം. ഇതിൻ്റെ പോലെ ഒരു ഇത് വരയ്ക്കുക, അടിയിൽ ഒരു വട്ടം, ഹൈറ്റ് ഇതേപോലെ വരച്ചാൽ മതി. ഒരു പീടിക അടി കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഇത് റോ ആണ് കേട്ടോ ഗൈസ്, റോ ആണ്. ഇത് 5 ആണ്. ആംഗിൾ X എന്നാണ് ആംഗിളുള്ളത്. പിന്നെ Z, പിന്നെ ക്യാപ്പ് മോൾക്ക് Z ആണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? Z മോൾക്കാണ് പോകുന്നത്. പുറത്തേക്ക് എയറോ ക്യാപ്പാണ്. ഓക്കെ, പിന്നെ ഈ ആംഗിള് ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് A5 ക്യാപ്പ്. ഫസ്റ്റ് പോയിന്റ് തന്നെ സിലിണ്ടറിക് കോർഡിനേറ്റ് സിസ്റ്റം. പിന്നെ അതായത് സിലിണ്ടറിക് ഒബ്ജക്റ്റിനെ അനലൈസ് ചെയ്യാൻ റെപ്രസെന്റ് ചെയ്യാനും സിലിണ്ടറിക് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഏത് പൊട്ടൻ എഴുതാം. രണ്ടാമത്തത് the point P represents cylindric coordinate system by ρ5z. റോ എന്താണ്? റേഡിയസ് ഓഫ് സിലിണ്ടർ ആണ്. ഫൈ എന്താണ്? ആംഗിൾ, the azimuthal angle measured from angle എന്ന് എഴുതിയാൽ മതി. ആംഗിൾ മെഷേർഡ് ഫ്രം x axis xy plane എഴുതിയാൽ. Z പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് വെക്റ്റർ റെപ്രസെൻറ്റേഷൻ പറഞ്ഞാണ്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, എറോ A5 AZ ഇതിൻ്റെ മോഡുലസ് A. പിന്നെ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതെന്താണ്? D സീറോ എറോ ക്യാപ്പ്, റോ D5 A5 ക്യാപ്പ്. ഇതിൽ ഇതാണ് എക്സ്ട്രാ ഉള്ളത്. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇത് വന്നത് നമ്മൾ പറഞ്ഞാണ്, നമ്മൾ ഒരു റോൻ്റെ 5 എടുക്കുക, എന്നിട്ട് D5 ചെറിയൊരു ആംഗിൾ എക്സ്ട്രാ എടുക്കുക.
അപ്പോൾ ഇവിടെ എന്താണ് റോഡിഫൈ കട്ടു. കാരണം എന്താ, ഇതൊരു ആർക്കാണ്. ആർക്ക് പറഞ്ഞാൽ അതിൻ്റെ ആംഗിൾ ഇൻറ്റു റേഡിയസ് ആണ്. അതിൻ്റെ അതേ ലെങ്ത് ഇവിടെ പാരലൽ അല്ലേ. അപ്പം ഇങ്ങോട്ട് മാറ്റി വരച്ചേക്കാണ് നമ്മൾ ഡി റോ എടുത്ത്. അപ്പോൾ ഇത് ഡി റോ ആണ് അടിയത്ത്. അപ്പോൾ അതിന് പാരലൽ ആയതുകൊണ്ട് മുകളിലും ഡി റോ ആണ്. പിന്നെ റോഡിഫൈ കിട്ടിയത് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ പാരലൽ ആയതുകൊണ്ട് റോഡിഫൈ ഡി സെറ്റ് ഡി റോ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ഡി എൽ പറഞ്ഞാൽ മൂന്ന് കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ ഇങ്ങനെ പോയാൽ എ ബി മാത്രം പോയാൽ നമുക്ക് 1D കിട്ടുള്ളൂ, 1 ഡയറക്ഷനിൽ കിട്ടുള്ളൂ. എ ബി സി പോയാൽ 2 ഡയറക്ഷൻ. അപ്പോൾ എ ഡി തന്നെ പോകണം. എ ഡി എടുക്കുക. അപ്പോൾ നമുക്ക് 3 ഇതിലുള്ളതും കിട്ടും. ഇപ്പോൾ എ ബി ബി സി. എ ബി എന്താണ്, ഡി സെറ്റ് എ സെറ്റ് ക്യാപ്പാണ് നമുക്കറിയാം. പിന്നെ ബി സി എന്താണ് നമുക്കറിയാം, ഡി റോ എ റോ ക്യാപ്പാണ്. പിന്നെ മൂന്നാമത്തെ റോഡിഫൈ ആണ്. അപ്പം മൂന്നെണ്ണത്തും ഒരു എ റോ എഫ് ഐ എ സെറ്റ് എന്ന അങ്ങനെ ഒന്ന് ഒരു ഓർഡറിൽ എഴുതുക. ഡി എസ് അല്ലെങ്കിൽ ഡി എ എഴുതാട്ടോ. ഡി എസ് ഡി പറഞ്ഞാൽ ഏരിയ പറഞ്ഞാൽ ഇത് 2 ഇൻറ്റു ചെയ്യില്ലല്ലേ. എന്നിട്ട് ഡയറക്ഷൻ പറഞ്ഞാൽ പുറത്തേക്ക് കയറും. പുറത്തേക്ക് ഏതാ പോണ്. വോളിയം പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ലെങ്ത്തിന്റെ 3 കമ്പോണന്റുകൾ ഇതാണ്ട് ഇൻറ്റു ചെയ്യുക. സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ ഇല്ല, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഇത് എൻഡ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇത് എൻഡ് ഇത്രക്കൊക്കെ എഴുതിയിട്ട് 5 മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ